ഹലോ, നിങ്ങൾ എക്സാമിങ് അടുത്തെത്തിയെന്നറിയാം. അപ്പം നിങ്ങൾക്കുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് മാക്സിമം മാർക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് 50 മാർക്കിനാണ് പരീക്ഷ എന്നറിയാം അല്ലേ? അപ്പം അതിൽ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് എന്താ അറിയാം, ലോങ് ആൻസർ ആദ്യം എഴുതി തുടങ്ങാം. ലോങ് ആൻസർ ആദ്യം എഴുതിയിട്ട് ഷോർട്ട് ആൻസറിന് സമയം മാറ്റി വെക്കുക. ഓക്കെ, ഇനി ലോങ് ആൻസർ എഴുതുമ്പോൾ പോയിൻ്റ് വൈസ് എഴുതാൻ ശ്രമിക്കുക. സ്റ്റോറി ഒന്നും എഴുതി വെക്കല്ലേ, എക്സാമിനർ നോക്കത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കീ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, കുറേ പേപ്പർ ചെക്ക് ചെയ്യുന്നുണ്ടാവും ഇവാലുവേറ്റർ. അപ്പം നിങ്ങളുടെ എഴുതിയ പാരഗ്രാഫും എസ്സേയും സ്റ്റോറിയും ഒന്നും വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കീ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ അറിയാമെന്നുള്ള ധാരണ വരും. അത് കാരണം നിങ്ങൾക്ക് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ കിട്ടും ഒരു ആൻസറിന്. മനസ്സിലായോ? പിന്നെ 3 മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, മെൻഷൻ ഇനി 3 വേസും 3 മെത്തേഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫസ്റ്റ് മെത്തേഡ് അങ്ങനെ എഴുതി പോകലല്ല. ഓക്കെ, ആദ്യം നിങ്ങളതിൻ്റെ ഡെഫിനേഷൻ എഴുതണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മെല്ലെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഫോർ ദിസ് ദർ ആർ 3 മെത്തേഡ്സ് ടു ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹുക്കപ്പ് മാത്രമാണ്. ഇത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ വാരി വലിച്ച് എഴുതല്ലേ, എന്നാലും നിങ്ങൾ എഴുതി വെക്കുക. അല്ലാതെ ആദ്യം തന്നെ ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ആ സെൻറ്റൻസിനൊരു ആ ഒരു ആൻസറിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല. പിന്നെ കഴിയുന്നത്രയും 3 മാർക്കിനും ലോങ് ആൻസറിനും അല്ല എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 4 മൊഡ്യൂളാണെന്നറിയാം. അപ്പം നിങ്ങൾ ഈ പഠിച്ചു പോയാൽ ആദ്യത്തെ 1 മണിക്കൂറും കൂടി ഉണ്ടല്ലോ, എക്സാമിൻ്റെ 1 മണിക്കൂർ മുന്നേ ഈ 4 മൊഡ്യൂളിൽ ഇപ്പോൾ 4ാമത്തെ മൊഡ്യൂളായിരിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ചോ, അവസാനം പഠിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ 4ാമത്തെ മൊഡ്യൂൾ വിട്ടിട്ട് ബാക്കി 1, 2, 3 മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവുക. എവിടെയൊക്കെ ഡയഗ്രാം ഉണ്ടോ ആ ഡയഗ്രാം ഒന്ന് പെട്ടെന്നൊന്ന് റഫായിട്ടൊന്ന് വരയ്ക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ, ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് അറിയുമെങ്കിൽ നിങ്ങൾ ലൈൻ വരച്ച് എഴുതാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡിഫറൻസ് അറിയാമെങ്കിൽ ഓക്കെ, ലൈൻ വരച്ചിട്ട് അത്യാവശ്യം ഒരു പേജ് തയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് 5 മാർക്കിന് എഴുതാം. ഓക്കെ, അഥവാ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻസ് ലൈൻ വരയ്ക്കാതെ തന്നെ എഴുതാൻ നോക്കുക. ആദ്യത്തെ ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ മറ്റേ ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.